നമസ്കാരം. ഞാനിപ്പോഴുള്ളത് വിതുരയിലാണ്. വിതുര അരുവിക്കര നിയോജക മണ്ഡലത്തിലാണ്. അരുവിക്കര നിയോജക മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി കൂടെ രംഗത്ത് എത്തിയ സ്ഥിതിക്ക് കളം വളരെ ചൂട് പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ ഇവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം എന്താണ്? പ്രത്യേകിച്ച് തോട്ടം മേഖലയാണ് വിതുര. വിതുരയുടെ പൾസ് എന്താണ്? വിതുരയുടെ ട്രെൻഡ് എന്താണ്? നമുക്ക് ചോദിക്കാം. കുറച്ചധികം സ്ത്രീ ജനങ്ങളിവിടെ ഇരിപ്പുണ്ട്. നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ് ഇവിടുത്തെ ട്രെൻഡ്? ഇലക്ഷൻ്റെ ഒരു ട്രെൻഡ് എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം? മൊത്തത്തിൽ ആര് ജയിക്കും? ആർക്ക് അനുകൂലമായിരിക്കും? നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം? പിന്നെ നിങ്ങളൊക്കെ കുടുംബ പ്രേക്ഷകരാണ്. അപ്പം BJPക്ക് മത്സരിക്കുന്നത് ഒരു നടനാണ്. എങ്ങനെയാണ് വിലയിരുത്തുന്നത്? സീരിയലിലുള്ള ഒരു ഇത് വെച്ച് ഞങ്ങൾക്കതൊരു ഇഷ്ടമാണ്. സീരിയലിൽ കാണാൻ അദ്ദേഹം ജയിക്കുമോ? ജയിക്കണം. അദ്ദേഹം ജയിക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം. അപ്പൊ തീർച്ചയായും നിങ്ങൾ വോട്ട് ചെയ്യും. എല്ലാവരും ചെയ്യും. അപ്പൊ അത് അദ്ദേഹത്തിനോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടും നടനെന്ന അപ്പുറത്തേക്ക് ഒരു നല്ലൊരു വ്യക്തി എന്നുള്ള നിലയിലാണോ? ഉറപ്പാണ്. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ട്രെൻഡ്? ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം സ്റ്റീവനാണ് ജയിച്ചത്. പക്ഷെ അവർ അതിൻ്റെ കുറച്ച് കൊള്ളരായ്മ കൊണ്ട് ജയിച്ച്. പിന്നെ സമുദായത്തിൻ്റെ നോക്കുമ്പം പുള്ളിക്ക് ഒരു നാടൻ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഒരു ആദ്യം അവർക്ക് കിട്ടി. അതുകൊണ്ട് അവരെല്ലാം വോട്ട് ചെയ്ത്. ഇപ്പോഴും ചിലപ്പം അങ്ങനെ സംഭവിക്കാം, മറിച്ചും സംഭവിക്കാം. എന്നാലും മൊത്തത്തിൽ ആളുകളുടെ ഒരു അഭിപ്രായം, നിങ്ങളൊരു സാധാരണക്കാരൻ നിലയിലുള്ള അഭിപ്രായം? സാധാരണക്കാരനെ ഞാൻ പറഞ്ഞില്ലേ, ഒന്നീ ഇടതല്ലേയും വലത്, ഇതിനുള്ള ഹോപ്പേ ഉള്ളൂ. അരുവിക്കരയുടെ ഒരു ട്രെൻഡ് എങ്ങനെയാണ് ഒന്ന് വിലയിരുത്താൻ? അരുവിക്കരയുടെ ട്രെൻഡ് UDF അനുകൂലമാണ്. കേരളത്തിൽ ഏകദേശം 110ഓളം സീറ്റ് പിടിച്ച് UDF അധികാരത്തിൽ വരും. പിന്നെ 25 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആദ്യമായി കടന്നു വന്ന് ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന് സീറ്റ് പിടിച്ചെടുത്ത G. കാർത്തികേയ സാറാണ്. അദ്ദേഹം ആ നാൾ മുതൽ ഇങ്ങോട്ട് ഈ നാടിന് ചെയ്തിട്ടുള്ള വികസനങ്ങൾ അത് നമുക്ക് മറക്കാൻ പറ്റുന്നതല്ല. ഈ പോയ 5 വർഷം ശരിക്കും പറഞ്ഞാൽ അരുവിക്കരയുടെ കെട്ടകാലമായിരുന്നു എന്ന് ഞങ്ങൾ പറയേണ്ടി വരും. ഞങ്ങൾ പ്രതിപക്ഷമായത് കൊണ്ട് പറയുന്നതല്ല, പക്ഷേ വികസനമൊന്നും വന്നില്ല. ഒരു 3-4 മിനി മാസ് ലൈറ്റും 5-6 വെയിറ്റ് ഷെഡുമായ വികസനമാവില്ല. എന്തെങ്കിലും അടിസ്ഥാനപരമായിട്ടുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങൾ വന്ന് കുറച്ച് പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്നൊരു സംവിധാനം ഉണ്ടാക്കണമായിരുന്നു. അതൊന്നും തന്നെ ചെയ്യാൻ 2 ടേണായിട്ടിരുന്ന 10 വർഷം കേരളം ഭരിച്ച പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിൽ ഒരു MLA ആയിരുന്ന സ്റ്റീവന് സാധിച്ചില്ല. കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസും ഇപ്പോൾ LDFൻ്റെ കയ്യിലാണ്. പക്ഷേ നിങ്ങൾ അവരെ പറയുന്ന ഒരുപാട് തള്ളി മറിക്കുന്നുണ്ട്. ഇവിടെ വികസനങ്ങൾ കൊണ്ടുവന്നു. നിങ്ങൾ വേറെ ഒന്നും വേണ്ട. വിതുര നമുക്കൊരു താലൂക്ക് ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കിയാൽ നമുക്കറിയാം അവിടുത്തെ അവസ്ഥ എന്താണെന്ന്. നമുക്കൊരു വലിയ കെട്ടിടം കെട്ടിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ ഹോസ്പിറ്റൽ. MLA അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. ഇവിടെ 100 കണക്കിന് വരുന്ന 1000 വരുന്ന ആദിവാസി മേഖലയിൽപ്പെട്ട പാവങ്ങളെ അവിടെ നിന്ന് പൊന്മുടിയിൽ നിന്ന് കൊണ്ടുവന്നാൽ, പൊന്മുടിയിൽ നിന്ന് ഏകദേശം 26 കിലോമീറ്റർ ഉണ്ട് വിതുരയ്ക്ക്. വിതുരയെ കൊണ്ടുവന്ന് വിതുര ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണെങ്കിൽ അവരെ നേരെ ഇവിടെ നിന്ന് മെഡിക്കലാണ്. ഇവിടെ നിന്ന് ഒരു ഏകദേശം 40 കിലോമീറ്റർ പോകണം മെഡിക്കോളിലേക്ക്. അത്തരത്തിൽ ഈ ഭരണങ്ങൾ ഇത്രയും നാൾ ഭയങ്കരമായിട്ട് ആരോഗ്യമേഖല ഭയങ്കരമെന്ന് പറയുന്നുവെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ വിതുര താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കാണണം. അവിടെ കിടക്കുന്ന അവസ്ഥ എന്താണെന്ന് അറിയണം. ഇവിടെ തോട്ടം മേഖലയാണ്, ആദിവാസി മേഖലയാണ്, പട്ടിണി പാവങ്ങൾ കിടക്കുന്ന മേഖലയാണ്. ഇവിടെയാണ് അവർ വികസനങ്ങൾ കൊണ്ടുവന്നു എന്ന് പറയുന്നത്. ഇത് നെറികെട്ട ഒരു ഭരണത്തിൻ്റെ അവസ്ഥയാണ് ഇന്ന് ഈ നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. ഇത് മാത്രം മതി ഇവരുടെ എന്താണ് അവസ്ഥ എന്നുള്ളത്. എന്തായാലും ശരി, 2 മുന്നണികളെയും ജനങ്ങൾ കൈവിട്ടിട്ടുണ്ട്. ഇതെന്തായാലും ശരി, NDA മുന്നണിക്ക് ഒരു മുന്നേറ്റത്തിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും BJP ഇവിടെ കരുത്ത് വരും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ.